വിതച്ചതുമേലെ വിളകാത്തു കിടന്നതുമേലെ ഞാറ് നട്ടതുമേരണം ബ്രാ നെല്ല് കൊയ്തതുമേരണം ബ്രാ അരി വാങ്ങുമ്പോ എന്നെ നീ തള്ളണതെന്തണം ബ്രാ അരി വാങ്ങുമ്പോ എന്നെ നീ തള്ളണതെന്തണം ബ്രാ മുതൽ കണ്ട പച്ച ഇവിടെ തെച്ച് വെച്ചനിൽ ജാതിയുടെ കച്ച പിച്ച വെച്ചെന്നു മുതൽ കണ്ട പച്ച ഇവിടെ തെച്ച് വെച്ചനിൽ ജാതിയുടെ കച്ച എന്നുയിരത് വാഴും ഈ നാട്ടില് എന്നെ ഉയരാൻ വിട്ടോടെന്റെ പാട്ടിന് എന്നുയിരത് വാഴും ഈ നാട്ടില് എന്നെ ഉയരാൻ വിട്ടോടെന്റെ പാട്ടിന് ഇതുവഴി നടന്നകലുന്ന വഴി കടന്നെന്റെ പെരക്കെടുക്കുന്ന വഴി ഇരുവശം ഇരുവരെ കുറെ വർഷം പല പ്രശ്നം അതിനാൽ ഇറക്കി കെട്ടിയവർ വേണ്ടി എന്നെ പെരക്കെടുക്കാനുള്ള ഒരു വഴി 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 മേലേപ്പറമ്പ് താഴെപ്പറമ്പ് എന്ന രണ്ട് നാട്ടിലെ കഥയാണ്. ഈ രണ്ട് നാട്ടിനെയും വേർതിരിക്കുന്നത് ദേ ആ കാണുന്ന പോസ്റ്റാണ്. സത്യത്തിൽ ഈ പോസ്റ്റാണോ ഈ നാട്ടിനെ വേർതിരിക്കുന്നത്, അതോ ഇവിടുത്തെ നാട്ടുകാരാണോ? എന്തിന് ഈ കുട്ടികളിലടക്കം നീ എൻ്റെ നാട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞുള്ള പക എവിടെ നിന്ന് വന്നു? എന്താണിതിൻ്റെ തുടക്കം? എന്താണിതിൻ്റെ ഞാനിവിടുന്ന് പോകുന്നതിനുള്ളിൽ ഈ നാട്ടിലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കും. എടാ എനിക്കൂടെ ഒന്ന് കത്തിക്ക്. ഇതൊക്കെ കൊളുത്തി കൊടുക്കടാ. കിച്ചു, നീ ഒരിക്കലും ദാസിൻ്റെ പെങ്ങളെ നോക്കും വിചാരിച്ചില്ലടാ. വേറെ എന്ത് പ്രശ്നം വന്നാലും ഈ ശരത്ത് ചാവുന്നതായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. പക്ഷേ ഇത് ദാസിനോട് വേണ്ടായിരുന്നടാ. എത്ര നേരം വെയിറ്റ് ചെയ്യണം? വാ, നീ പോയിക്കോ. നീ പോയിക്കോ, ഞാൻ വരാം. ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വരണേ. ആ ശരി, നീ പോയിക്കോ. കിച്ചു, നമ്മുടെ ശരത്തിനെ അവർ വെട്ടിയടാ. നിനക്കെന്താ പറ്റിയത്? നീ എന്നെ നോക്കണ്ട, നീ അവളെയും കൊണ്ട് പോ. ആ ദാസും പിള്ളേരും പുറകെ ഉണ്ട്. അവര് ശരത്തിനെ വെട്ടിയടി. അടുത്തത് ഞാനാണ്. നമ്മുടെ ജാതി ഒന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു. ചേട്ടാ, അയ്യോ,
അവരെന്നെയും കൊല്ലും. ഇല്ലടി, ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. ഈ സംഭവത്തിന് ശേഷം ആ രണ്ടു പേരെയും ആ രണ്ട് നാടും കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് നീ എവിടേക്ക് പോണ്? ഞാൻ എവിടേക്കാലും നിങ്ങൾക്ക് എന്താ? നിന്റെ അമ്മായിന്റെ മകൻ രൂപേഷ് വരുന്നുണ്ട്. അവൻ കഴിഞ്ഞ തവണ വന്നതിന് ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. ഓ, അവ വരുന്നുണ്ട്. വരുന്നത് എന്തായാലും വണ്ടി പിടിച്ചെങ്കിലും വരുമല്ലോ. തേങ്ങ, ഇയാൾക്ക് ഈ വേലി അടച്ചു കെട്ടിക്കൂടെ? ഇല്ലാന്നുണ്ടെങ്കിൽ പണ്ട് ഈ റോഡ് വന്നേനെ. അമ്മുച്ചേച്ചിന്റെ അടുത്ത് എക്സാം പാടുണ്ടോ? ആടി ഒരെണ്ണമുണ്ട്. നീ വീട്ടിലേക്ക് വാ. മീനു, എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? കുട്ടി വരുന്ന കണ്ടില്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണെങ്കിലോ? വാ അമ്മുച്ചേച്ചി, നമുക്ക് പോവാ. വണ്ടിയിലൊരു ബെല്ല് പോലും ഇല്ല. അമ്മുച്ചേച്ചി, ഞാൻ വീട്ടിലേക്ക് പോണു. അമ്മ എന്നെ തിരക്കും. ഡി, നീ ഒറ്റയ്ക്ക് പോവോ? അമ്മുച്ചേച്ചി, ഇത് എന്റെ നാടാണ്. ഇവളെ കൊണ്ട് അല്ല എടാ കോപ്പ, നീയാണ് പേടിച്ചു പോയല്ലോ മനുഷ്യൻ. അതും പോയി അവൻ്റെ ഒരു കെണി. അണ്ണാ, നന്ദി. ചിരിക്കാതെ കാര്യം പറഞ്ഞി. അണ്ണാ, ഞാനൊരു പെണ്ണിനെ കണ്ടു. എന്ത് ഭംഗിയാണെന്നറിയോ അവളെ കാണാൻ, പ്രത്യേകിച്ച് ആ സാരി. ആ സാരി, അതാണ് ഭംഗി. അത് പറഞ്ഞി. ഈ കോപ്പന പ്രണയത്തെ പറയാൻ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് പ്രണയിക്കാനുള്ള ഭംഗി ഉണ്ടായിരുന്നു അണ്ണാ അവൾക്ക്. അത് വിട്, അത് നമുക്ക് ശരിയാക്കാം. ഇതെന്താടാ നിന്റെ പുറത്ത് എത്ര ചളി? എവിടെ? ആ, ഇതെന്ത്? സ്ഥിരം സ്ഥലം സ്ഥിരം വീഴ്ച. ആ പുള്ളി വേലി കയറ്റി കെട്ടിയത് കൊണ്ട് ആ വഴി നടക്കാനേ പറ്റില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഓ, അപ്പം അതാണ് വിഷയം. ഞാൻ പറഞ്ഞുതരാം. ഇതല്ല ഏറെക്കുറെ നിന്റെ വഴി. അത് ഞാൻ പറയുന്നത് കേൾക്ക്. പണ്ട് ഒരു കണ്ടോടമയ്ക്ക് 4 വരമ്പുകളുണ്ടാവും. അതിൽ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ചാണ് കണ്ടോടമകൾക്ക് വരമ്പുകൾ കിട്ടുന്നത്. പിന്നെ അയാളുടെ കണ്ടത്തിൽ നിന്നാണ് മറ്റു കണ്ടത്തേക്ക് വെള്ളം പോകുന്നതെങ്കിൽ അയാൾക്ക് 3 വരമ്പേ കിട്ടുള്ളൂ. നേരെ മറിച്ച് അയാൾ മറ്റൊരു കണ്ടത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾക്ക് 2 വരമ്പേ കിട്ടത്തുള്ളൂ. ശരി, അതെന്തോ ആയിക്കോട്ടെ.
എന്നാൽ അയാൾ ചെയ്തതോ താഴത്തെ കണ്ടെന്ന് മണ്ണ് വെട്ടി അയാളുടെ വരമ്പിന്റെ വലിപ്പം കൂട്ടി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി അയാളുടെ കണ്ടം വേലി കെട്ടി മണ്ണ് വെട്ടി വലിപ്പം കൂട്ടിയ ഭാഗം ഞങ്ങൾക്ക് നടക്കാൻ തരുമെന്ന്. അങ്ങനെ ഇരിക്കെ ആ വരമ്പിനെ ആശ്രയിച്ച് നടക്കുന്ന നാട്ടുകാരുമായി ചെറിയൊരു പ്രശ്നമുണ്ടായി. അതിനുശേഷം വലിപ്പം കൂട്ടിയ വരമ്പിലൂടെ വേലി ആളെ കയറ്റി. നടക്കുന്ന വഴിയാണെങ്കിലോ കുഴിയുള്ള സ്ഥലവും. മഴക്കാലത്ത് അത് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും വേലി കെട്ടി. എന്നാ പിന്നെ അയാൾക്ക് ആ വേലി മൊത്തമായി കെട്ടിക്കൂടെ? എന്നിരുന്നാൽ പോലും നമുക്ക് പഞ്ചായത്ത് പോയി സംസാരിക്കേണ്ടതേ ഉള്ളൂ. ഇപ്പൊ പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരൻ കൊടുക്കുന്ന സ്ഥലത്തിലൂടെ മാത്രം നടന്നാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, പഞ്ചായത്ത് പോകണ്ട, വില്ലേജിൽ പോയി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വഴി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ ഒരു അപേക്ഷ കൊടുക്ക്. അത് അവർ FMB നോക്കി കണ്ടുപിടിച്ച് തരും. FMB അതെന്താണ്? ഫീൽഡ് മെഷർമെന്റ് ബുക്ക്. അതിൽ ആ നാട്ടിലുള്ള എല്ലാവരുടെയും കൈവശമുള്ള സ്ഥലത്തിന്റെ അളവ് വേണം. അതിൽ നോക്കിയാൽ ഒരുത്തൻ്റെ സ്ഥലവും കൈയേറില്ല. അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാത്? ഈ വീട് കൊളുത്താൻ ഈ തീപ്പെട്ടി മതി, അതുപോലെ ഒരു പന്തം കൊളുത്താനും ഇതേ തീപ്പെട്ടി മതി. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ബീഡി മാത്രം. കിച്ചു ഈ നാടിൻ്റെ തീപ്പന്തമായിരുന്നു. ഇത്രയും ചെയ്തിട്ടാണ് നാട് വിട്ടുപോയത്. പൊട്ടിക്കണം മജീദ്. ശരി, അത് വിട്. നിൻ്റെ ഈ പ്രശ്നം കാണുമ്പോഴാണ് എനിക്ക് സുലേഖയുടെ ജീവിതം ഓർമ്മ വരുന്നത്. ചെറിയ സ്ഥലത്ത് വീടും വെച്ച് ഓരോ തവണ വേലി കെട്ടുമ്പോൾ അത് കയറ്റി ആ സ്ഥലം വലുതാക്കി. സാമർഥ്യമുണ്ടെങ്കിൽ ആരുടെ മുന്നിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തന്ന കഥ. മേടിച്ചിട്ടുണ്ട് തള്ളേ. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? കുട്ടി വരുന്ന കണ്ടില്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണെങ്കിലോ? വണ്ടിയിലൊരു ബെല്ല് പോലും ഇല്ല. വാ അമ്മു ചേച്ചി നമുക്ക് പോവാം. എന്താ ക്ലാസ് കഴിഞ്ഞാ? പോടയ്ക്ക. ഓഹോ, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാ? ചിരിക്കി കരയിപ്പിക്കാം. എന്തല്ലേ ദാസേട്ടത്? ബീഡി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നല്ലേടാ, കടപ്പാല. അതിന് ബീഡി ഉണ്ടാക്കണ ഇല കൊണ്ടാണ്. ഇതുകൊണ്ടും പറ്റും. ദാസോടെ ഒരു ബഫ് എടുക്കണ്ടേ? ആ, ഇതിപ്പോ എങ്ങനെ തുടങ്ങും? തേങ്ങ എടാ, നിന്നെ തല്ലിട്ട് പോയി വന്നിട്ടുണ്ടടാ. അതെന്താ ആറ്റിൽ വർത്താണോ പറഞ്ഞേ? ഞാൻ തല്ലിയല്ലേ അവനെ? അതാണ് ഞാൻ ആറ്റിൽ വർത്താണല്ലോ പറഞ്ഞത്. അവൻ്റെ ഒറ്റയ്ക്ക് ചത്തോലെ കടന്നില്ലേ? എന്തിനും ഓർക്കൊരു പാടും തന്നില്ലേ? അപ്പൊ നീ ധൈര്യം കണ്ടില്ലല്ലോ. നിർത്ത് പ്രേമേ. ഇല്ല ദാസേട്ടാ, ഇനി ഒരു അവസരം കിട്ടി കേറി കിട്ടിയും. രൂപേഷ് വരുന്നുണ്ടോ? പിന്നെ അവനും കൂടെ വന്ന സ്ഥിതിക്ക് അവന്മാർ ഒരുമിച്ച് പൊട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്.
അവരെ കൂട്ടുകൾ അത്ര വലിയ കാര്യം എന്താടാ? അതിലൊരുത്ത് നമ്മുടെ രവിയേട്ടൻ്റെ പെങ്ങളെ നോക്കുന്നുണ്ട്. ആരാടാ അവൻ? ലാലേ, ഞാൻ നീ പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. അത് രവിയുടെ പെങ്ങളാ. ആരാണ് രവി? അത് വല്ലാത്തൊരു സാധനം. നിന്റെ കാര്യം എങ്ങാനും അറിഞ്ഞാ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ദാസേട്ടാ, അല്ല അടിക്കലൊരു കോൾ ഉണ്ടല്ലോ. പോയാ എടാ, നിന്റെ സൈക്കിളൊന്ന് വേണം. മജീദേ, ഫാത്തിമ, എന്താണ് ഇവിടെ? മജീദേ, ഇത് എന്റെ കൂട്ടുകാരന്റെ അനിയന്റെ കയ്യിലൊന്ന് കൊടുക്കോ? മോൻ്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ വിട്. ഇല്ല, കത്ത് വിട് മജീദേ. ഹേ ഫാത്തിമ, ഇതുപോലൊരു ലെറ്ററിന് വേണ്ടി ഞാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? നീയേ ആദ്യം നേരെ നോക്കി പത്രം ഇടാൻ പഠിക്കട്ടാ. അതെ ഫാത്തിമ, ഞാനെല്ലാം കാണുന്നുണ്ട്. ഞാൻ പത്രം ഇടാൻ വരുമ്പോൾ നീ ആ ജനാലയുടെ മറയിൽ നിൽക്കുന്നതും, ഞാൻ പോവാൻ നേരം നീ ആ കൈകളിലെ വളകുലുക്കി എന്നോട് പോകണ്ടെന്ന് പറയുന്നതും എല്ലാം. എനിക്ക് നിൻ്റെ അവസ്ഥ അറിയാം ഫാത്തിമ. അതിന് നിനക്ക് ആ തട്ടത്തിൻ്റെ ആവശ്യമില്ല. നീ ആദ്യം ആ തട്ടത്തുനിന്ന് പുറത്തു വാ. നിനക്ക് ചുറ്റും പുതിയ മാറ്റങ്ങളുണ്ടോ? പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിൽ നല്ലല്ലേ ഇഷ്ടങ്ങൾ ജീവിക്കുന്നത്? എവിടെ കേൾക്കേ, മുഖം മറിച്ച് 4 ചുവരിനുള്ളിൽ കഴിയാൻ ഇവൾക്കൊക്കെ യോഗമുള്ളൂ. ഇനി ഇതിനകത്തെന്ത് കുഴപ്പമാണോ ഉള്ളത്? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞോ? അറിയില്ല, നോക്കാം. നമ്മുടെ കാര്യം വല്ലതും നടക്കുമോ? എന്താണ് കാണിക്കുന്നത്? എന്താടാ രൂപേഷേ, എപ്പോ വന്ന് നീ? കുറച്ചു നേരമായി. പഠിപ്പൊക്കെ എങ്ങനെ പോണ്? പഠിപ്പൊക്കെ അങ്ങനെ പോണു. കൊച്ചു കള്ള ലൈനൊക്കെ എന്ത് നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. ആ വരാ. എന്തത് ജയിലാലേ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ എന്നോട് എപ്പോഴെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്? അന്ന് ഞാൻ നിന്നൊന്ന് കണ്ടു ചിരിച്ചതാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? എന്തിനാടാ? ഒന്ന് കണ്ടു ചിരിച്ചാൽ അത് പ്രണയമാണോ? ആ ചിരിയാണ് ഇന്ന് നിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാക്കിയതെങ്കിൽ അത് തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നാട്ടിലും വീട്ടിലും സംസാര വിഷയം ഞാനാണ്. അതങ്ങനെ എൻ്റെ ഭാഗം മനസ്സിരുത്തി കേൾക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? അണ്ണാ, നമ്മുടെ ലാലിന് വല്ല കുഴപ്പമുണ്ടാ? എന്താടാ? പുള്ളി എന്റെ കൈ പിടിച്ചിട്ട് നമ്മുടെ കാര്യം വല്ല നടക്കുമെന്ന്. ആ, അവനൊരു പെണ്ണിനെ നോക്കണ്ടടാ. ചിലപ്പോ അതായിരിക്കും. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവോ എന്തോ. അതാണ് കാര്യം. അണ്ണാ അണ്ണാ, പ്രശ്നം വന്നു. എന്റെ പെങ്ങളുടെ പുറമെ നടക്കാൻ അവിടെ രവി, നീ കാര്യം അറിയാതെ പ്രശ്നം ഉണ്ടാക്കരുത്. രവിട്ട, ഞങ്ങൾ ഇതിൽ ഇടപെടണോ? എന്റെ പ്രശ്നം എനിക്ക് തീർക്കാൻ അറിയാം. രവി, നിന്റെ പ്രശ്നം നീ തീർത്തോ? ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് തീർക്കാൻ പോവാ.
ദാസേ നീ ഇതിൽ ഇടപെടണ്ട, ഇത് നമ്മുടെ പിള്ളേരാ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. വിട്ടോ ബേബി, നീ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ലേ? ഒരു വട്ടം നീ നിന്റെ പെങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വിടത്തില്ലായിരുന്നു. അന്ന് ഞാൻ നിന്നൊന്ന് കണ്ടു ചിരിച്ചതാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? എന്തിനാടാ? ഒന്ന് കണ്ടു ചിരിച്ചാൽ അത് പ്രണയമാണോ? നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അതപ്പം തന്നെ പറയണോ നല്ലത്. അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നത്തേക്കാൾ വലുതാണ് അവർക്കുണ്ടാവുന്നത്. പ്രണയം എളുപ്പമല്ല. പ്രണയവും എളുപ്പമല്ല. കോപ്പ് വെനി ഈ വെനിന് എപ്പോഴാണ് അടിയാണ്? ആരവങ്ങൾ ഇനിയും ഉയരാം. അത് പകയുടെയോ വെറുപ്പിൻ്റെയോ ജാതിവെറിയുടെയോ പ്രതിഫലനമായിരിക്കാം. ഇത് ഈ രണ്ട് നാടിൻ്റെ മാത്രമല്ല, നാം ദിനംപ്രതി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുടെ നേർക്കാഴ്ച മാത്രമാണ്.